ഇന്ന് 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഒരൊറ്റ ഐസ്ക്രീം ബേസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ബേസിൽ നിന്നാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 വലിയ സ്പൂൺ ഐസ്ക്രീം ബേസാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഇതൊരു 2 കപ്പ് ഉണ്ടാവും. 250 ml കപ്പിൽ നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബട്ടർസ്കോച്ച് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ആയിരുന്നു ചേർത്തത്, പക്ഷേ അത്രയും ആവശ്യമില്ല. 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിന് ചെറിയൊരു യെല്ലോ കളർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടെങ്കിൽ ചേർക്കണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് ബീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പ്രലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രലൈൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഡിലീറ്റ് ആയി പോയതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്രലൈൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പ്രലൈൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് മുകൾ വശത്ത് കുറച്ച് പ്രലൈൻ ഒന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം. പിന്നെ ഇത് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നമ്മളുടെ ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീമിനായിട്ട് ഞാനിവിടെ 5 ഫ്രഷ് സ്ട്രോബെറീസാണ് എടുത്തിട്ടുള്ളത്. 3 വലുതാണ്, 2 ചെറുതാണ്. അപ്പോൾ ഇത് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് ഈ സ്ട്രോബെറി അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങ് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നല്ല കളറുള്ള സ്ട്രോബെറി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ട്രോബെറീസും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സ്ട്രോബെറി നല്ല പുളിയാണ്, ഒട്ടും മധുരമില്ല. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. മധുരമുള്ളതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒക്കെ മതി. തൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല കളറാണ്, നല്ല കളറുള്ള സ്ട്രോബെറി നോക്കി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല കളറ് കിട്ടും. അപ്പോൾ കുറച്ചൊക്കെ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ആദ്യം എടുത്ത് അതേ അളവിൽ തന്നെ ഐസ്ക്രീം ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബൗൾ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച് മിക്സ്ചർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രോബെറി ഫ്രഷ് ആയിട്ട് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്ട്രോബെറിയുടെ മിക്സ് മേടിക്കാൻ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് കേക്ക് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഷോപ്പിൽ കിട്ടും. എമൽഷൻ, അതായത് കളറും ആ എസൻസും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി എസൻസ് ചേർത്തിട്ട് 2 ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എനിക്കിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവർ കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ 2 ഡ്രോപ്പ് സ്ട്രോബെറി എമൽഷൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, എനിക്കിപ്പോൾ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്താലും അത് ഈ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് സ്പാച്ചില കൊണ്ടൊന്ന് നന്നായിട്ട് അടിയിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കണം. ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആ സ്ട്രോബെറി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തായിരുന്നു. അതിൻ്റെ കുറച്ചൊന്ന് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കായിട്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാനില ഐസ്ക്രീമിനായിട്ട് ആദ്യം എടുത്ത അതേ അളവിൽ ഐസ്ക്രീം ബേസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കളറുള്ള വാനില ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പ്യുവർ വൈറ്റ് കിട്ടില്ല ഐസ്ക്രീമിന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അധികം കളറുള്ള വാനില അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഐസ്ക്രീമിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വാനില ഐസ്ക്രീം തന്നെയാണ്. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം. അപ്പം വാനില ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്തിട്ട് ചെയ്യും. അപ്പോൾ വാനില ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം ആൻഡ് ബട്ടർസ്കോച്ച് ഐസ്ക്രീം, അപ്പോൾ 3 ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും ചെയ്യാനില്ല, ഇത് ഫ്രീസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിൽ 8 മണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഫ്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അടുത്ത ദിവസമായിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്ട്രോബെറി ഐസ്ക്രീം നോക്കാം. കണ്ടോ, എടുക്കുന്നത് തന്നെ കാണുമ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബൗളിലേക്ക് മാറ്റും. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്
അടുത്തായിട്ട് ബട്ടർ സ്കോച്ച് നോക്കാം. കണ്ടോ എന്ത് സ്മൂത്തായിട്ടാണ് അത് വരുന്നത്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറിലും തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വാനില ഐസ്ക്രീമിന് നോക്കാം. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ഡാർക്ക് വാനില ആണെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്യുവർ വൈറ്റ് കളറ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല 3 ഐസ്ക്രീം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിക്കായിട്ട് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമിലേക്ക് 1 സ്ട്രോബെറിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മുകളിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഭംഗിക്ക്, ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ വാനില ഐസ്ക്രീമിലേക്ക് 1 ടീസ്പൂൺ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ബട്ടർ സ്കോച്ചിലേക്ക് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഒരു പ്രലയൻ ഒന്നും ഇപ്പം ബാക്കിയില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഐസ്ക്രീം ഇരിക്കുന്നത്, നല്ല ക്രീമിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ 3 ഫ്ലേവർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള എത്ര ഫ്ലേവറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 ലിറ്റർ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഐസ്ക്രീം പല ഫ്ലേവറിലും ഉണ്ടാക്കാൻ പറ്റും. ഓറഞ്ച്, മാംഗോ, പൈനാപ്പിൾ, കോഫി, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്ലേവർ ചേർത്തിട്ടാണ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐസ്ക്രീം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.